ഹായ്. ഇന്നത്തെ ടിപ്സ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. ഇത് നമുക്ക് ശീലമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനും നമുക്ക് നന്ദി പറയാനായിട്ട് ശീലിക്കാം. നമുക്കിപ്പോൾ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന യാതൊരു ഉറപ്പില്ല അല്ലേ? നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബിനോട് നന്ദി പറയാറുണ്ടല്ലേ? അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ചെവിയുണ്ട്, പിന്നെ വായൻ സംസാരിക്കാൻ പറ്റും, കാലുണ്ട്, കൈയുണ്ട്. ഇതുകൊണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമല്ലേ? നമ്മൾ താഴേക്ക് നോക്കാം. ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേര് നമ്മളെ മുമ്പിൽ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ? നമ്മൾ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള കുറവുകളുള്ളവരുണ്ടാവും അല്ലേ? നമുക്ക് ഇതൊക്കെ ദൈവം തന്നിട്ടും ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടി കണ്ടിട്ട് നമ്മൾ വിഷമിക്കുന്നവരായിരിക്കും അല്ലേ? നമുക്ക് കിട്ടിയ സന്തോഷങ്ങളൊക്കെ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ കൂടി കണ്ടിട്ട് നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ കഴിഞ്ഞാലും അതിന് വേണ്ടി കണ്ടിട്ട് നമുക്ക് നന്ദി പറയാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, നമ്മൾ ചുറ്റിലുള്ളവർ, സുഹൃത്തുക്കൾ, ആരായാലും നമുക്ക് എന്ത് സഹായം ചെയ്ത് തന്നാലും എന്ത് കാര്യം തന്നാലും നമ്മൾ അവരോട് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. അവർ വേണമെങ്കിൽ ചെറിയൊരു കാര്യം, നിസ്സാര കാര്യമായിരിക്കും തന്നത്, അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക, അതിന് താങ്ക്സ് പറയുക. അങ്ങനെ ശീലമാക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ഈ താങ്ക്സ് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ദിവസം നമുക്കപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ നമുക്ക് താങ്ക്സ് പറയാനായിട്ട്. അപ്പോൾ ആ പറയുന്നതൊക്കെ നമുക്കൊരു ഡയറി എടുത്ത് കണ്ടിട്ടൊരു ജേർണലിംഗ് ആയിട്ട് എഴുതി വെക്കാം. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയി. അത് എഴുതി കണ്ടിട്ട് നമ്മൾ താങ്ക്സ് പറയാൻ വേണം കേട്ടോ. എനിക്കിന്ന് നല്ലൊരു യാത്ര പോകാൻ കഴിഞ്ഞു, അപ്പോൾ അത് അതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെക്കാം. പിന്നെ എനിക്കിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ കഴിഞ്ഞു, എനിക്ക് പിന്നെ ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് പേരായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ നമ്മളുടെ ഓരോ കഴിവുകൾ, നമുക്ക് കിട്ടിയ ഒരു സന്തോഷങ്ങളായിരിക്കില്ല, ഓരോ ദിവസത്തെ കിട്ടിയ സന്തോഷങ്ങൾ, അതൊക്കെ നമ്മൾ എഴുതിയും കണ്ടിട്ട് അതിന് വേണ്ടി കണ്ടിട്ട് നമ്മൾ താങ്ക്സ് പറയാം. അപ്പോൾ ഇങ്ങനെ ശീലാക്കി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിനെ വളരെ സന്തോഷമാക്കി മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇരുൾ പിടിച്ച് നിൽക്കണ ജീവിതങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്തിനായാലും എന്തിനും കുറ്റം പറയുന്നത്, എന്തൊരു നല്ല കാര്യം കിട്ടിയാലും അതിലെന്താ കുറവുള്ളതെന്ന് നോക്കി കണ്ട് അതിന് കുറ്റം പറയാൻ നടക്കുന്നവരുണ്ടാവില്ലേ? അതൊക്കെ നിർത്തിയും കണ്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാവരോടും താങ്ക്സ് പറയാനായിട്ട് ശ്രമിച്ച് നോക്കാം. മറ്റെല്ലാ കാര്യങ്ങളും ആരെന്ത് ചെയ്തു തന്നാലും അതൊരു നല്ലൊരു കാര്യമായിട്ട് കാണാണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടല്ലേ? അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാം. എന്ത് കാര്യത്തിനായാലും എന്ത് നല്ല കാര്യങ്ങൾ കിട്ടിയാലും അതിന് നിങ്ങൾ നന്ദി പറഞ്ഞു നോക്കിയേ. അതുപോലെ തന്നെ നിങ്ങൾ ദിവസേന ഒരു 5-10 കാര്യങ്ങൾ, 5-10 കാര്യങ്ങൾ എഴുതി വെക്കാം. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇന്നുണ്ടായി, അതിന് താങ്ക്സ് പറയാം.